നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 3 പേർ കൂടി പ്രതികളാകുമെന്ന ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം. ദ്വാരപാലകപ്പാളി കേസിൽ 2 പേരെയും കട്ടിളപ്പാളി കേസിൽ ഒരാളെയും പ്രതി ചേർക്കും. സ്വർണ്ണപ്പാളികളിൽ വീണ്ടും ശാസ്ത്രീയ പരിശോധന നടത്താൻ അനുമതി. വാതിൽപ്പാളിയിൽ നിന്നും കട്ടിളപ്പാളിയിൽ നിന്നും 12 സാമ്പിളുകൾ ശേഖരിക്കും. കൊടിമര പുനർനിർമ്മാണത്തിൽ പ്രത്യേകം കേസെടുക്കണമെന്ന് വിജിലൻസിന് നിർദ്ദേശം. രാജ്യത്തെ SIR നടപടികളിൽ യാതൊരു തടസ്സവും സൃഷ്ടിക്കാൻ അനുവദിക്കില്ലെന്ന് സുപ്രീം കോടതി. എല്ലാ സംസ്ഥാനങ്ങളും ഇക്കാര്യം വ്യക്തമായി മനസ്സിലാക്കണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. പശ്ചിമബംഗാളിൽ സൂക്ഷ്മ പരിശോധനയ്ക്കുള്ള സമയം ഒരാഴ്ച കൂടി നീട്ടി. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ നിന്നും പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ ഇന്നും അനുമതിയില്ല. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നീക്കം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനെതിരായ അവകാശ ലംഘന നോട്ടീസ് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിലും ബഹളം. CJ റോയിയുടെ ആത്മഹത്യ ആദായ നികുതി വകുപ്പിന്റെ ഇടപെടൽ മൂലമല്ലെന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ്. കള്ളക്കടത്തോ ബിനാമി ഇടപാടോ നടത്തിയിട്ടില്ലെന്ന് മാനേജിംഗ് ഡയറക്ടർ TA ജോസഫ്. ഉപഭോക്താക്കൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിശദീകരണം. T20 ലോകകപ്പ് ഇന്ത്യ പാക് മത്സരത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച 5 ഉപാധികളിൽ 3 നിരസിച്ച് ICC. പാക് പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്ത PCB അന്തിമ തീരുമാനം അറിയിക്കണമെന്ന നിർദ്ദേശം. ലോകകപ്പിൽ ഒമാനെതിരെ സിംബാബ്വേക്കും ഇറ്റലിക്കെതിരെ സ്കോട്ട്ലൻഡിനും ജയം. ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രദർശനം വേൾഡ് ഹെൽത്ത് എക്സ്പോ ദുബായിൽ ആരംഭിച്ചു. എക്സ്പോ അരങ്ങേറുന്നത് കൂടുതൽ വിപുലമായും ആതുര ശുശ്രൂഷ മേഖലയിൽ നിന്നുള്ള വിദഗ്ധരുടെ വർദ്ധിച്ച പങ്കാളിത്തോടെയും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്ന് റിപ്പോർട്ട്. 3 പേർ കൂടി പ്രതികളാകും. 3 പേരുടെ പേരുകൂടി പങ്കാളിത്തം സ്ഥിരീകരിക്കുകയാണ് SIT. ദ്വാരപാലക കേസിൽ 2 പേരെ കൂടി പ്രതി ചേർക്കും. കട്ടിളപ്പാളിയിൽ നിന്ന് സ്വർണം കടത്തിയ കേസിൽ ഒരാൾ പ്രതിയാകും. SIT ഹൈക്കോടതിയിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. എന്നാൽ ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയിൽ പ്രാഥമിക അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. UDF ഭരണസമിതിയുടെ കാലത്തെ കൊടിമര പുനർനിർമ്മാണത്തിലെ ക്രമക്കേടിൽ സംസ്ഥാന വിജിലൻസ് ഡയറക്ടർ പ്രത്യേക ടീം രൂപീകരിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കൊടിമര പുനർപ്രതിഷ്ഠയിലും അന്വേഷണം നടത്തണമെന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് SITക്ക് നിർദ്ദേശം നൽകിയത്. കൊടിമരം വീണ്ടും നിർമ്മിച്ച കാലത്ത് ക്രമക്കേടുണ്ടോ എന്നറിയാൻ സംസ്ഥാന വിജിലൻസ് ഡയറക്ടർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് വിശദാംശങ്ങൾ ശേഖരിക്കണം. UDF ഭരണസമിതിയുടെ കാലത്താണ് കൊടിമരം പുനർനിർമ്മിച്ചത്. കൊടിമര നിർമ്മാണവും സ്ഥാപനവും സംബന്ധിച്ച ഫയലുകളും രേഖകളും മഹസറും അക്കൗണ്ടുകളും ശേഖരിക്കണമെന്നും 30 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സ്വർണ്ണപ്പാളികൾ വീണ്ടും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുവാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. മുംബൈയിലെ ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിന് കീഴിലുള്ള നാഷണൽ ലാബിൽ പരിശോധന നടത്തും. ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളികളും വാതിൽപ്പാളികളും മുഴുവനായും മാറ്റി സ്വർണം കവർന്നോ എന്നറിയുവാനാണ് കൂടുതൽ പരിശോധന. യഥാർത്ഥ പാളികൾ മാറ്റി പുതിയത് സ്വർണം പൂശി സ്ഥാപിച്ചോ എന്ന് SITക്ക് വ്യക്തത ലഭിച്ചിട്ടില്ല. ചെമ്പ് ഷീറ്റുകളുടെ ഘടനയിൽ നേരിയ വ്യത്യാസമുണ്ടെങ്കിലും മുഴുവനായും മാറ്റിയോ എന്ന കാര്യത്തിൽ നിലവിലെ ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായിട്ടില്ല. ഈ മാസം 12-ന് വീണ്ടും സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കണം. കേസിൽ കൂടുതൽ പേർ പ്രതികളാകും എന്ന് SIT കോടതിയെ അറിയിച്ചു. ദ്വാരപാലക ശില്പക്കേസിൽ 2 പേരെയും കട്ടിളപ്പാളി കേസിൽ ഒരാളെയും കൂടി പ്രതി ചേർക്കാനാണ് SITയുടെ നീക്കം. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യ ഹർജിയിൽ പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയായി. പ്രോസിക്യൂഷൻ വാദം നാളെ നടക്കും. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറുമായ N വാസുവിന്റെ ജാമ്യാപേക്ഷയും വാദം കേൾക്കാൻ കൊല്ലം വിജിലൻസ് കോടതി നാളത്തേക്ക് മാറ്റി. അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യത്തിനാണ് വാസു ജാമ്യ ഹർജി ഫയൽ ചെയ്തത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യഹർജിയിൽ പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയായി. പ്രോസിക്യൂഷൻ വാദം നാളെ ഉച്ചയ്ക്ക് ശേഷം കൊല്ലം വിജിലൻസ് കോടതിയിൽ നടക്കും.
അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ തന്ത്രിക്ക് ഇടപെടാനാകില്ലെന്നും ആചാരപരമായ കാര്യങ്ങളിലാണ് തന്റെ ഉത്തരവാദിത്തമെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. എന്നാൽ തന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള ബന്ധമാണ് സ്വർണ്ണക്കവർച്ചയ്ക്ക് വഴിവെച്ചതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. തന്ത്രിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ബി രാമൻപിള്ള ഓൺലൈനായി ഹാജരായി. ജനുവരി 9-നാണ് തന്ത്രി കണ്ഠരര് രാജീവർ SITയുടെ പിടിയിലായത്. തുടർന്ന് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിലും ജനുവരി 15-ന് ജയിലിലെത്തി അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തി. സന്നിധാനത്തെ സ്വർണ്ണപ്പാളികൾ മാറ്റുന്നതിനും തിരിമറകൾ നടത്തുന്നതിനും ഒത്താശ ചെയ്തതായും മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നുമാണ് തന്ത്രിക്കെതിരെ SITയുടെ കണ്ടെത്തൽ. നിലവിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെ ആരോഗ്യസ്ഥിതി കൂടി ചൂണ്ടിക്കാട്ടിയാണ് തന്ത്രി ജാമ്യത്തിനായി ശ്രമിക്കുന്നത്. ഗൂഢാലോചനയിൽ തന്ത്രിക്കും പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം ആവർത്തിക്കുമ്പോൾ ആചാരപരമായ കാര്യങ്ങൾ മാത്രമാണ് താൻ ചെയ്തതെന്നാണ് തന്ത്രിയുടെ നിലപാട്. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറുമായ N വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വാദം കേൾക്കും. നവംബർ 11-നാണ് N വാസുവിനെ SIT അറസ്റ്റ് ചെയ്തത്. 90 ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് സ്വാഭാവിക ജാമ്യം ആവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചത്. കട്ടിളപ്പാളി കേസിലാണ് വാസു പ്രതിയായിരിക്കുന്നത്. 2019-ൽ ദേവസ്വം കമ്മീഷണറായിരിക്കെ സന്നിധാനത്തെ സ്വർണ്ണപ്പാളികൾ ചെമ്പ് പാളികളാണെന്ന് തെറ്റായി രേഖപ്പെടുത്തി തിരിമറിക്ക് സഹായം നൽകിയെന്നാണ് പ്രധാന ആരോപണം. മുമ്പ് സമർപ്പിച്ച ജാമ്യാപേക്ഷകൾ കോടതി തള്ളിയിരുന്നു. നിലവിൽ വാസു ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ്. അമൃത ന്യൂസ്, കൊല്ലം. ശബരിമലയിൽ കഴിഞ്ഞ തീർത്ഥാടന കാലത്തെ പണമിടപാടിൽ ദുരൂഹത. ഡ്യൂട്ടിക്കെത്തിയ ചില താൽക്കാലിക ജീവനക്കാരും ദേവസ്വം ജീവനക്കാരും ലക്ഷക്കണക്കിന് രൂപ വീട്ടിലേക്ക് അയച്ചതായി കണ്ടെത്തൽ. ബാങ്കിലൂടെയും പോസ്റ്റ് ഓഫീസിലൂടെയും പണം കൈമാറിയ 100-ലധികം പേർക്കെതിരെ ദേവസ്വം വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ സ്പെഷ്യൽ കമ്മീഷണറും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് സന്നിധാനത്ത് ജോലി ചെയ്തിരുന്ന 100-ലധികം താൽക്കാലിക ജീവനക്കാരാണ് സംശയകരമായ രീതിയിൽ പണമിടപാട് നടത്തിയത്. പ്രതിദിനം 680 രൂപ വേതനത്തിന് ജോലി ചെയ്യുന്ന ഇവർ ലക്ഷക്കണക്കിന് രൂപ ബാങ്കുകൾ വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും ബന്ധുക്കൾക്ക് അയച്ചതായാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. അസാധാരണമായ ഈ പണമിടപാടുകൾ ശ്രദ്ധയിൽപ്പെട്ട ബാങ്ക് അധികൃതർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം തുടങ്ങിയത്. ഇതേക്കുറിച്ച് വിശദീകരണം നൽകാൻ തിരുവനന്തപുരം വിജിലൻസ് ഓഫീസിൽ ഹാജരാകാൻ ജീവനക്കാരോട് ആവശ്യപ്പെട്ടെങ്കിലും ആരും ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരു തീർത്ഥാടന കാലയളവിൽ പരമാവധി 40,000 രൂപയിൽ താഴെ മാത്രം വേതനം ലഭിക്കുന്ന സാഹചര്യത്തിലാണ് പലരും ലക്ഷങ്ങൾ നാട്ടിലേക്ക് അയച്ചത്. താൽക്കാലിക ജീവനക്കാർ സന്നിധാനത്തെ മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ പാടില്ലെന്നിരിക്കെ പലരും ഹോട്ടലുകളിലും മറ്റും ജോലിക്ക് പോയിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം ജോലികളിലൂടെയും ലക്ഷങ്ങൾ സമ്പാദിക്കാൻ കഴിയില്ലെന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ. താൽക്കാലിക ജീവനക്കാർക്ക് പുറമെ ചില സ്ഥിരം ജീവനക്കാരും നിരീക്ഷണത്തിലാണ്. സന്നിധാനത്തെ നെയ്ക്ക് കൗണ്ടറുകളിലെ തിരിമറി നേരത്തെ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ ക്രമക്കേടും പുറത്തുവരുന്നത്. സംഭവം ഗൗരവത്തോടെ കാണുന്ന ദേവസ്വം ബോർഡ് കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറും വിജിലൻസിനോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാണിക്കപ്പണം അപഹരിക്കപ്പെട്ടതാണോ അതോ മറ്റ് നിയമവിരുദ്ധമായ ഇടപാടുകൾ നടന്നതാണോ എന്നാണ് വിജിലൻസ് പരിശോധിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാലുടൻ ബോർഡ് തുടർ നടപടികളിലേക്ക് കടക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട. ആന്റണി എതിരായ ആദ്യ ആരോപണത്തിൽ മലക്കം മറിഞ്ഞ KP ഉദയഭാനു. NM രാജുവിന്റെ സ്ഥാപനത്തിൽ തന്ത്രിയുടെ പണമുണ്ടെന്ന് SIT ആണ് പറഞ്ഞതെന്നും മാധ്യമങ്ങളിൽ കണ്ടെന്നും ഉദയഭാനു പറഞ്ഞു. ഒരു സ്വകാര്യ സ്ഥാപനത്തിലുണ്ടെന്നാണ് അറിവ്. നെടുമറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റിൽ തന്ത്രി 2.5 കോടി നിക്ഷേപിച്ചുവെന്നും അത് ആന്റോ പിൻവലിച്ചുവെന്നുമായിരുന്നു ഉദയഭാനുവിന്റെ ആദ്യ ആരോപണം. ആന്റോയുടെ നിയമ നടപടിയെ നിയമപരമായി തന്നെ നേരിടുമെന്നും ഉദയഭാനു പറഞ്ഞു. അവിടെ സ്വകാര്യ സ്ഥാപനത്തിൽ 2.5 കോടി രൂപ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് SIT ആണ് പറഞ്ഞത്. SIT പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. SIT ആണ് അവിടെ സ്വകാര്യ സ്ഥാപനത്തിലുണ്ടെന്ന് പറഞ്ഞത്. SIT വാർത്തയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. CPM നേതാവ് KP ഉദയഭാനുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആന്റണി MP. തന്ത്രിയുടെ പണം NM രാജുവിന്റെ ധനകാര്യ സ്ഥാപനത്തിലുണ്ടെന്നും സ്ഥാപനം പൊളിഞ്ഞപ്പോൾ താൻ പിൻവലിച്ചുവെന്നും ഉദയഭാനു പറഞ്ഞത് പച്ചക്കള്ളം. KP ഉദയഭാനുവോ NM രാജുവോ താൻ 2 കോടി വാങ്ങിയതിന്റെ രേഖ പുറത്തുവിടണം. ഒരുപാട് സത്യങ്ങൾ പുറത്തുവരാനുണ്ടെന്നും മന്ത്രി വീണ ജോർജ് കാത്തിരിക്കണമെന്നും ആന്റണി പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി ശ്രീ ഉദയഭാനു എനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ 100% വ്യാജവും വസ്തുതാവിരുദ്ധവുമാണ്. യാതൊരു സത്യസന്ധതയില്ലാതെ ഈ വ്യാജ ആരോപണം ഉന്നയിച്ച ഉദയഭാനുവിനെതിരെ നിയമപരമായ നടപടികളുമായി ഞാൻ മുന്നോട്ട് പോവുകയാണ്. ആദ്യം എനിക്കെതിരെ ഉന്നയിച്ച ആരോപണം
സോണിയാഗാന്ധിയോടൊപ്പം പോറ്റി നിൽക്കുന്ന ഒരു ഫോട്ടോ ചൂണ്ടിക്കാട്ടിയാണ്. 12 വർഷങ്ങൾക്കപ്പുറത്തെ ആ ഫോട്ടോ അത് ചൂണ്ടിക്കാട്ടിയുള്ള ആരോപണം പൊളിഞ്ഞതോടെയാണ് അടുത്ത ആരോപണത്തിലേക്ക് കടന്നത്. SIR-ൽ ഇടപെടില്ലെന്ന് സുപ്രീം കോടതി. നടപടികൾ തടസ്സപ്പെടുത്താൻ അനുവദിക്കില്ലെന്നും കോടതി വ്യക്തമാക്കുന്നു. രാജ്യത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിവരുന്ന SIR ചോദ്യം ചെയ്ത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ ഇടപെടൽ. ബംഗാളിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള സമയപരിധി ഒരാഴ്ച കൂടി നീട്ടി നൽകി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തടസ്സമുണ്ടാക്കാൻ പാടില്ലെന്ന് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചു. തടസ്സമുണ്ടാക്കുകയല്ല, തടസ്സങ്ങൾ നീക്കാനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കി. ഏതെങ്കിലും വിധത്തിൽ SIR-ൽ തടസ്സമുണ്ടാക്കലോ വൈകിപ്പിക്കലോ അനുവദിക്കില്ല. എന്തെങ്കിലും ഉത്തരവുകളോ വ്യക്തതയോ ആവശ്യമാണെങ്കിൽ അത് പുറപ്പെടുവിക്കും. ഇക്കാര്യം എല്ലാ സംസ്ഥാനങ്ങളും മനസ്സിലാക്കണമെന്നും ചീഫ് ജസ്റ്റിസ് കൂട്ടിച്ചേർത്തു. പുനഃപരിശോധന നടപടിക്രമങ്ങൾ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കണമെന്നും ബെഞ്ച് നിർദ്ദേശിച്ചു. ബംഗാളിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള സമയപരിധി ഒരാഴ്ച കൂടി നീട്ടുകയും ചെയ്തു. സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കാനാണ് സമയം നീട്ടിയത്. നേരത്തെ ഫെബ്രുവരി 14 അവസാന തീയതി. അതേസമയം SIR-മായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണങ്ങളിൽ ബംഗാൾ DGP-യോട് കോടതി വിശദീകരണം തേടി. മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശം. ആക്രമണങ്ങളിൽ നടപടിയെടുത്തില്ലെന്ന കമ്മീഷന്റെ ആരോപണത്തിന് പിന്നാലെയാണ് നടപടി. SIR ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ബുധനാഴ്ച സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരായി വാദിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ബജറ്റ് സമ്മേളനത്തിൽ പാർലമെന്റ് ഇന്നും സ്തംഭിച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ച മിനിറ്റുകൾക്കകമാണ് സ്പീക്കർ ഓം ബിർള ലോക്സഭ ഉച്ചവരെ നിർത്തിവച്ചത്. ഇന്ത്യ-US വ്യാപാര കരാർ വിശദീകരിക്കണമെന്നായിരുന്നു ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ലോക്സഭയിൽ പ്രതിപക്ഷത്തിന് ഇടമില്ലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ലോക്സഭയിൽ നാളെയും ചർച്ച തുടരും. വിവിധ ആവശ്യങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചത്. നന്ദിപ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവിനെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല. 8 ലോക്സഭാ എംപിമാരെ സമ്മേളനകാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു. കോൺഗ്രസിന്റെ വനിതാ എംപിമാർക്കെതിരെ അനാവശ്യ ആരോപണം ഉയർത്തി എന്നീ വിഷയങ്ങൾ കാട്ടിയാണ് കോൺഗ്രസ് പ്രതിഷേധം ഉയർത്തിയത്. ചോദ്യോത്തരവേള ആരംഭിച്ച മിനിറ്റുകൾക്കകമാണ് സ്പീക്കർ ഓം ബിർള ലോക്സഭ ഉച്ചവരെ നിർത്തിവെച്ചു എന്ന് പ്രഖ്യാപിച്ചത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കണമെന്ന കോൺഗ്രസ് അംഗങ്ങളുടെ ആവശ്യം സ്പീക്കർ അനുവദിക്കാത്തതിനെ തുടർന്നായിരുന്നു ബഹളം. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ചട്ടപ്രകാരം അംഗങ്ങൾക്ക് സംസാരിക്കാമെന്ന് സ്പീക്കർ പറഞ്ഞുവെങ്കിലും ബഹളം തുടരുകയായിരുന്നു. ഇന്ത്യ-US വ്യാപാര കരാർ വിശദീകരിക്കണമെന്നായിരുന്നു ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം. രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അനുമതി നൽകാത്തതിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചു. ബഹളത്തെ തുടർന്ന് ലോക്സഭ 12 മണിവരെയും പിന്നീട് 2 മണിവരെയും നിർത്തിവച്ചിരുന്നു. രാജ്യസഭയിലും പ്രതിപക്ഷ ബഹളമുണ്ടായി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനെതിരായ അവകാശ ലംഘന നോട്ടീസ് ചർച്ച ചെയ്യണമെന്നായിരുന്നു ആവശ്യം. കരാറിൽ പീയൂഷ് ഗോയൽ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയത് അവകാശ ലംഘനമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതിനിടെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുവാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ സഖ്യം. പ്രധാനമന്ത്രി പാർലമെന്റിൽ പ്രസംഗിക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു. പ്രതിപക്ഷ നടപടിയെ സ്പീക്കറും വിമർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിലേക്ക് വരാൻ ഭയപ്പെടുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. ബജറ്റിനെക്കുറിച്ചൊരു ചർച്ചയ്ക്ക് സർക്കാർ ഭയക്കുന്നു. ചർച്ച വേണമെന്നതാണ് തങ്ങളുടെ ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. RJDക്ക് ഇടതുമുന്നണിയിൽ അവഗണന. സംസ്ഥാന സമിതി യോഗത്തിലാണ് വിമർശനം ഉയർന്നത്. മുന്നണിക്കുള്ളിൽ കാലുവാരലെന്നും വിമർശനമുണ്ട്. RJDയിൽ നിന്ന് തിരിച്ചെടുത്ത സീറ്റുകൾ വിട്ടുകിട്ടണമെന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് പാർട്ടി. LDF-ലെ അച്ചടക്ക രാഹിത്യമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണമെന്നും RJD നേതൃയോഗം വിലയിരുത്തി. അതേസമയം മുന്നണി മാറ്റം അജണ്ടയിലില്ലെന്നും ശ്രേയാംസ് കുമാർ വ്യക്തമാക്കുന്നു. LDF-ൽ തുടരണമോ എന്ന വിഷയമാണ് RJD സംസ്ഥാന നേതൃയോഗം ആദ്യം ചർച്ച ചെയ്തത്. ഇതിൽ അംഗങ്ങൾക്കിടയിൽ തന്നെ അഭിപ്രായ ഭിന്നതയുണ്ടായി. അതേസമയം ഇടത് ചേരിയിൽ നിൽക്കണമെന്ന നിലപാടെടുത്ത സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ അഭിപ്രായ ഐക്യമില്ലെങ്കിൽ രാജിവെക്കുകയാണെന്ന് അറിയിച്ചു. അതൃപ്തി തുറന്ന് പ്രകടിപ്പിക്കുന്നതിനൊപ്പം അർഹമായ സീറ്റുകൾ തിരിച്ചു കിട്ടണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഒടുവിൽ സംസ്ഥാന നേതൃയോഗം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ RJD സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയത് അച്ചടക്കരാഹിത്യമാണെന്ന യോഗം വിലയിരുത്തി. കോർപ്പറേഷനുകളിൽ നിരവധി പഞ്ചായത്തുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഔദ്യോഗികമായി ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന സീറ്റുകളിൽ ഒഫീഷ്യൽ കാൻഡിഡേറ്റ്സിന് വോട്ട് ചെയ്യാതെ ധാരാളം ഇടതുമുന്നണിയുടെ പ്രവർത്തകർ മറ്റു പാർട്ടികൾക്ക് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കുകയുണ്ടായി.
കോടിയേരി ബാലകൃഷ്ണൻ CPIM സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ താൽക്കാലികമായി വാങ്ങിയ സീറ്റുകൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJDക്ക് തന്നെ തിരിച്ചു വേണമെന്ന ആവശ്യമാണ് RJD മുന്നോട്ട് വയ്ക്കുന്നത്. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അന്ന് പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ തന്ന ഉറപ്പ് ഇന്നത്തെ പാർട്ടി പാലിക്കണം എന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുന്നത്. അതുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ പാർട്ടിക്ക് തിരുവിതാംകൂറിലും അതുപോലെ തന്നെ കൊച്ചി പ്രദേശങ്ങളിലും കൂടുതൽ സീറ്റുകൾ ഞങ്ങൾക്ക് അർഹതയുണ്ട്. തങ്ങളിൽ നിന്നും തിരിച്ചെടുത്ത കോവളം സീറ്റിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ കടുത്ത നിലപാടായിരിക്കും ഉണ്ടാവുക എന്ന് സംസ്ഥാന പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കി. അതേസമയം താൻ മത്സരരംഗത്തേക്ക് ഇനി ഇല്ലെന്നും MV ശ്രേയാംസ് കുമാർ. കോവളം സീറ്റ് RJDക്ക് അർഹതപ്പെട്ടാണ്, തീർച്ചയായിട്ടും ഞങ്ങൾ ആവശ്യപ്പെടും. ഞങ്ങളൊരു അൺഒഫീഷ്യലി ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ മത്സരിക്കില്ല. അതന്നെ കഴിഞ്ഞ തവണ തന്നെ ഞാൻ മത്സരിക്കാൻ ഇല്ലായിരുന്നു. പക്ഷേ വളരെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് മത്സരിച്ചത്. എല്ലാ സമയവും എല്ലാ തവണയും നിർബന്ധത്തിന് വഴങ്ങേണ്ട കാര്യം എനിക്കില്ല. ഞാൻ മത്സരരംഗത്തില്ല. എല്ലാ പാർട്ടിയിലുമുള്ള ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ RJDയിലും ഉള്ളൂ എന്നാണ് നേതൃയോഗത്തിലെ ചർച്ചയെക്കുറിച്ചുള്ള ചോദ്യത്തിന് നൽകിയ മറുപടി. സീറ്റ് വിഭജന സമയത്ത് തങ്ങളുടെ ആവശ്യങ്ങൾ RJD നേതൃത്വം LDFന് മുൻപിൽ വയ്ക്കും. ഇതിനോട് എന്തായിരിക്കും ഇടതുമുന്നണിയുടെ സമീപനം എന്നതനുസരിച്ചിരിക്കും RJDയുടെ ഭാവി പരിപാടി. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രദർശനങ്ങളിലൊന്നായ വേൾഡ് ഹെൽത്ത് എക്സ്പോ ദുബായിൽ ആരംഭിച്ചു. മുൻപ് അറബ് ഹെൽത്ത് എന്നറിയപ്പെട്ടിരുന്ന പ്രദർശനമാണ് കൂടുതൽ വിപുലമായും ആതുര ശുശ്രൂഷ മേഖലയിൽ നിന്നുള്ള വിദഗ്ധരുടെ വർദ്ധിച്ച പങ്കാളിത്തത്തോടെയും വേൾഡ് ഹെൽത്ത് എക്സ്പോ എന്ന പേരിൽ അരങ്ങേറുന്നത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം വേൾഡ് ഹെൽത്ത് എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. മേളയിലെ വിവിധ പവലിയനുകളിൽ അദ്ദേഹം സന്ദർശനം നടത്തുകയും ചെയ്തു. 180 രാജ്യങ്ങളിൽ നിന്നുമുള്ള ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട 4800 സ്ഥാപനങ്ങൾ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആതുര ശുശ്രൂഷ മേഖലയിൽ നിന്നുള്ള 2 ലക്ഷത്തിലേറെ പേർ 4 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനത്തിലും വിവിധ സമ്മേളനങ്ങളിലുമായി പങ്കെടുക്കും. ആരോഗ്യ മേഖലയിൽ ജോലി തേടുന്നവരുടെ സർട്ടിഫിക്കറ്റുകളുടെ സാധുത പരിശോധിക്കുന്ന ഡേറ്റ ഫ്ലോ ഉൾപ്പെടെയുള്ള കമ്പനികളും ആശുപത്രികൾക്ക് ആവശ്യമായ സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കുന്ന സ്ഥാപനങ്ങളുമൊക്കെ വേൾഡ് ഹെൽത്ത് എക്സ്പോയിൽ സജീവ സാന്നിധ്യമാണ്. We make sure that these individuals, whether they're doctors, pharmacists, dentists, nurses, are fit to practice their profession. We verify their education, their experience. If anybody has any malpractice history, we verify all the elements that can give the confidence to the regulator or the Ministry of Health to make sure that these individuals are ready to serve patients. ആരോഗ്യ രോഗപ്രതിരോധ മേഖലയിൽ വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങളും നൂതന സംവിധാനങ്ങളും സാങ്കേതിക വിദ്യകളുമൊക്കെ മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. UAE ആരോഗ്യ മന്ത്രാലയം ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളുടെ ആരോഗ്യ വകുപ്പുകളും വേൾഡ് ഹെൽത്ത് എക്സ്പോയിൽ പങ്കെടുക്കുന്നുണ്ട്. വേൾഡ് ഹെൽത്ത് എക്സ്പോ നടക്കുന്ന ദുബായ് എക്സ്പോ സിറ്റിയിലെ എക്സിബിഷൻ സെന്ററിൽ നിന്നും ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്. കുവൈറ്റിലെ പ്രമുഖ പാൻ ഇന്ത്യൻ സംഘടനയായ ഭാരതീയ പ്രവാസി പരിഷത്ത് 10ാം വാർഷികം റൈസിംഗ് ഭാരത് പ്രവാസി മഹോത്സവ് 2026 എന്ന പേരിൽ ആഘോഷിച്ചു. മഹാത്മാഗാന്ധിയുടെ 78ാം ഓർമ്മദിനത്തിലായിരുന്നു ചടങ്ങ്. ഭാരതത്തിലെ 23 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ദമ്പതികൾ ഉൾപ്പെടെ 100 കണക്കിന് പ്രവാസികൾ ഗാന്ധിജിക്ക് പുഷ്പാർച്ചന നടത്തി. ഭാരതീയ പ്രവാസി പരിഷത്ത് പ്രസിഡന്റ് സുധീർ വി മേനോന്റെ അധ്യക്ഷതയിൽ പ്രോഗ്രാം കൺവീനർ അരുൺകുമാർ സ്വാഗതം ആശംസിച്ചു. ജനറൽ സെക്രട്ടറി ഹരി ബാലരാമപുരം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുഖ്യാതിഥികളായി മുൻ വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖി, BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്, ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ഹരിത് കേതൻ ഷേലോട്ട് എന്നിവർ പങ്കെടുത്തു. ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന സാമ്പത്തിക ശക്തിയായി ഭാരതം ഉയരുന്നത് പ്രവാസികളുടെ കൂടി കഠിനാധ്വാനം കൊണ്ടാണെന്നും റൈസിംഗ് ഭാരത് എന്നത് വെറുമൊരു വാക്കല്ല, അത് ലോകക്രമത്തിൽ ഇന്ത്യ നേടുന്ന സ്വീകാര്യതയുടെ അടയാളമാണെന്നും മീനാക്ഷി ലേഖി മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ PK കൃഷ്ണദാസും ചടങ്ങിൽ സംസാരിച്ചു. പ്രവാസി ഭാരതീയരുടെ പ്രശ്നങ്ങളിൽ സംഘടന ഇടപെടേണ്ടതിന്റെ ആവശ്യകതയും കേരളത്തിന്റെ വികസനത്തിൽ പ്രവാസികൾക്കുള്ള പങ്കും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും ഔദ്യോഗിക ചാനലുകളിലൂടെ മാത്രം നടത്തണമെന്ന് ദുബായ് ജനറൽ ഡയറക്ടർ ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് പൊതുജനങ്ങളെ ഓർമ്മിപ്പിച്ചു. സമൂഹമാധ്യമ പേജുകളിലൂടെയാണ് ഇക്കാര്യം പങ്കുവച്ചത്. വിസ, റെസിഡൻസി, യാത്രാരേഖകൾ, വിവിധ സർക്കാർ സേവന അപേക്ഷകൾ എന്നിവയ്ക്ക് സർക്കാർ അംഗീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയോ അംഗീകൃത ഏജൻസികൾ വഴിയോ മാത്രമേ അപേക്ഷകൾ നൽകാവൂ. പൊതുജനങ്ങളുടെ സുരക്ഷയും സേവനങ്ങളുടെ സുതാര്യതയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നിർദ്ദേശങ്ങൾ നൽകുന്നതെന്നും ദുബായ് GDRFA അറിയിച്ചു.
റമദാൻ മാസത്തിൽ യുഎഇയിൽ സ്വകാര്യ മേഖലയിലെ ജോലി സമയത്തിൽ 2 മണിക്കൂർ ഇളവ് അനുവദിച്ചു. 2022 പാസാക്കിയ മന്ത്രിസഭാ തീരുമാനമനുസരിച്ചാണ് വിശുദ്ധ മാസത്തിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് 2 മണിക്കൂർ ഇളവ് അനുവദിക്കുന്നത്. നിയമം ലംഘിച്ച് തൊഴിൽ എടുപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകും. മുസ്ലിം, നോൺ മുസ്ലിം ജീവനക്കാർക്കെല്ലാം ജോലി സമയത്തിലുള്ള ഇളവ് ബാധകമാണ്. ഫെബ്രുവരി 19 റമദാൻ മാസം ആരംഭിക്കുമെന്നാണ് കണക്കാക്കുന്നത്. മക്ക, ജിദ്ദ, അറാബിക്, മദീന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഹറൈമൻ ഹൈസ്പീഡ് റെയിൽവേയിൽ സർവീസസിന് ഉപയോഗിക്കാനുള്ള 20 പുതിയ ഹൈസ്പീഡ് ഇലക്ട്രിക് ട്രെയിനുകൾ വാങ്ങാൻ കരാർ ഒപ്പുവച്ചു. ഹറൈമൻ ഹൈസ്പീഡ് റെയിൽവേയിൽ ട്രെയിൻ നിരയെ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള കരാറിൽ സൗദി അറേബ്യ റെയിൽവേസും സ്പാനിഷ് കമ്പനിയായ ടാൽഗോയുമാണ് ഒപ്പുവച്ചത്. ഗതാഗത ലോജിസ്റ്റിക്സ് സർവീസ് മന്ത്രിയും സൗദി അറേബ്യ റെയിൽവേസ് ഡയറക്ടർ ബോർഡ് ചെയർമാനുമായ എഞ്ചിനീയർ സ്വാലിക് അൽ ജാസറിന്റെയും സ്പാനിഷ് ഗതാഗത സുസ്ഥിര മൊബിലിറ്റി മന്ത്രി ഓസ്കാർ പ്യൂന്റെയും സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പുവയ്ക്കൽ നടന്നത്. റിയാദ് കേളി കുടുംബവേദിയുടെ 2ാമത് കേന്ദ്ര സമ്മേളനം സംഘടിപ്പിച്ചു. ഉമേഷ് കളരിക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീധന നിരോധനം പൂർണ്ണമായും അർത്ഥത്തിൽ നടപ്പാക്കാൻ യുവത്വം തന്നെ മുന്നിട്ടിറങ്ങണമെന്ന് അദ്ദേഹം പറഞ്ഞു. കാനത്തിൽ ജമീല നഗറിൽ നടന്ന സമ്മേളനത്തിൽ ഹബീബ വി.കെ. ആമുഖ പ്രസംഗം നടത്തി. പ്രിയ വിനോദ് സമ്മേളന സബ് കമ്മിറ്റി പാനൽ അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി ശ്രീഷ സുകേഷിനെയും സെക്രട്ടറിയായി ഷഹീബ വി.കെയും ട്രഷറിയായി സീന സെബിനെയും തിരഞ്ഞെടുത്തു. അനിത ലീലാമണി, ജയകുമാർ പുഴയ്ക്കൽ, വിജില ബിജു, ദീപ രാജൻ എന്നിവർ സഹഭാരവാഹികളാണ്. സൗദി അറേബ്യയിൽ മതിയായ ലൈസൻസ് ഇല്ലാതെ അക്കൗണ്ടിംഗ്, ഓഡിറ്റിംഗ് സേവനങ്ങളിൽ നടത്തിയ 2 സ്ഥാപനങ്ങളെ അധികൃതർ പിടികൂടി. അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് തൊഴിൽ നിയമം ലംഘിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് സൗദി ഓർഗനൈസേഷൻ ഫോർ ചാർട്ടേഡ് ആൻഡ് പബ്ലിക് അക്കൗണ്ട്സ് സുരക്ഷാ വിഭാഗവുമായി നടത്തിയ പരിശോധനയിലാണ് നടപടി. കുവൈറ്റിൽ നായർ സർവീസ് സൊസൈറ്റി കുവൈറ്റിന്റെ സിൽവർ ജൂബിലിയും ഭാരത കേസരി ശ്രീ മന്നത്ത് പത്മനാഭന്റെ 149ാം ജയന്തിയും സംയുക്തമായി ആഘോഷിച്ചു. ആസ്പയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന സാംസ്കാരിക സമ്മേളനം കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി ശ്രീമതി പരിമിത ത്രിപാഠി ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി അനീഷ് പി നായർ സ്വാഗതം പറഞ്ഞു. NSS കുവൈറ്റ് പ്രസിഡന്റ് N. കാർത്തിക് നാരായൺ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത കവിയും ഗാനരചയിതാവും സംഗീത സംവിധായകനും പ്രഭാഷകനുമായ രാജീവ് ആലുങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി. രാവിലെ 10:30 ആരംഭിച്ച പരിപാടികളിൽ NSS കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറി. കേരളത്തിന്റെ തനതു കലാരൂപങ്ങളായ കഥകളി, തെയ്യം, ചാക്യാർ കൂത്ത്, മോഹിനിയാട്ടം, കേരള നടനം, കളരിപ്പയറ്റ് എന്നിവയ്ക്കൊപ്പം കേരള സ്രഷ്ടാവായ പരശുരാമൻ, വീരകേരള സിംഹം പഴശ്ശിരാജ, തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവ്, വടക്കൻ പാട്ടുകളിലെ ധീരവനിത ഉണ്ണിയാർച്ച, സാംസ്കാരിക നായകനും NSS സ്ഥാപകനുമായ ശ്രീ മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ പുനരാവിഷ്കാരം ഏവർക്കും നവ്യാനുഭവമായി. കുവൈറ്റിൽ അടിയന്തര ആവശ്യങ്ങൾക്ക് പോകുന്ന അഗ്നിശമന സേന, ആംബുലൻസ്, പോലീസ്, സിവിൽ ഡിഫൻസ് വാഹനങ്ങളുടെ സഞ്ചാരം തടസ്സപ്പെടുത്തുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് എതിരെ 3 മാസം തടവും 300 ദിനാർ വരെ പിഴയും. ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. അടിയന്തര ആവശ്യങ്ങൾക്കായി പോകുന്ന ഇത്തരം വാഹനങ്ങൾ ശബ്ദ, ദൃശ്യ മുന്നറിയിപ്പ് ഉപകരണങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഇവ തടസ്സമോ കാലതാമസമോ കൂടാതെ സുരക്ഷിതമായി കടന്നു പോകുന്നതിന് വഴിയൊരുക്കുക എന്നത് മാനുഷികവും നിയമപരവുമായ ഉത്തരവാദിത്തമാണെന്നും മന്ത്രാലയം അറിയിച്ചു. ഇത്തരം സാഹചര്യങ്ങളിൽ ഡ്രൈവർമാർ തങ്ങളുടെ വാഹനങ്ങളുടെ വേഗത ഉടനടി കുറയ്ക്കുകയും ക്രമേണ വലതുവശത്തേക്ക് നീങ്ങുകയും ആവശ്യമെങ്കിൽ റോഡിന്റെ വശത്ത് നിർത്തുകയും ചെയ്യണം. റോഡിലെ മറ്റു വാഹനങ്ങളെ മറികടക്കുന്നതിനായി എമർജൻസി വാഹനങ്ങളെ പിന്തുടരുന്നതും കുറ്റകരമായിരിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. യുഎഇയിൽ വർക്ക് പെർമിറ്റ് നടപടിക്രമങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ കൊണ്ടുവന്നതോടെ തൊഴിൽ മണിക്കൂറിൽ ഗണ്യമായ കുറവുണ്ടായെന്ന് മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. പ്രതിവർഷം 1000 തൊഴിൽ മണിക്കൂർ ലഭിക്കാനാകുമെന്നാണ് കണക്കാക്കുന്നത്. അപേക്ഷകരുടെ രേഖകൾ പരിശോധിക്കുന്നതും പിശകുകളുണ്ടെങ്കിൽ തിരുത്താൻ ആവശ്യപ്പെടുന്നതും നിബന്ധനകൾ പാലിക്കുന്നുണ്ടെന്ന് എന്ന് ഉറപ്പുവരുത്തുന്നതുമൊക്കെ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ്. സർക്കാർ നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കാനുള്ള സീറോ ഗവൺമെന്റ് ബ്യൂറോക്രസി പദ്ധതിയുടെ ഭാഗമായാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം യുഎഇ കൂടുതൽ വിപുലമാക്കിയത്.
വോക്ക് ഫോർ ഗ്രീൻ എന്ന പ്രമേയത്തിൽ ലുലു ഗ്രൂപ്പ് ദുബായിൽ നടത്തിയ വാക്കത്തോണിൽ റെക്കോർഡ് ജനപങ്കാളിത്തം. സുസ്ഥിരത, ആരോഗ്യകരമായ ജീവിതശൈലി, ശാരീരികക്ഷമത എന്നീ സന്ദേശങ്ങൾ പങ്കുവച്ചാണ് ആയിരങ്ങൾ പങ്കെടുത്ത വാക്കത്തോൺ ദുബായ് മംസാർ പാർക്കിൽ നടന്നത്. 3 കിലോമീറ്റർ ദൈർഘ്യമുള്ള വാക്കത്തോൺ ക്രിക്കറ്റ് താരം ശ്രീശാന്ത് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഫിറ്റ്നസിനും ജീവിതശൈലിക്കും പ്രാധാന്യം നൽകിയുള്ള വാക്കത്തോൺ ഒത്തൊരുമയുടെ സന്ദേശവും പങ്കുവയ്ക്കുന്നുണ്ടെന്ന് ശ്രീശാന്ത് പറഞ്ഞു. UAE മുന്നോട്ട് വയ്ക്കുന്ന ജീവിതശൈലി സന്ദേശങ്ങൾക്ക് പിന്തുണ നൽകുന്നതാണ് വാക്കത്തോണെന്ന് ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലിം MA പറഞ്ഞു. ലുലു ഗ്രൂപ്പ് CEO സെയ്ഫ് അലി രൂപാവാല, മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ V നന്ദകുമാർ, ചീഫ് ഓപ്പറേറ്റിംഗ് ആൻഡ് സ്ട്രാറ്റജി ഓഫീസർ സലീം VI എന്നിവരും സംബന്ധിച്ചു. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ ആത്മഹത്യ ആദായനികുതി വകുപ്പിന്റെ ഇടപെടൽ മൂലമല്ലെന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ്. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തിയെന്ന റോയിയുടെ സഹോദരന്റെ വാദം മാനേജിംഗ് ഡയറക്ടർ TA ജോസഫ് തള്ളി. സഹോദരൻ വൈകാരികമായി പ്രതികരിച്ചതാകാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല. ചില സമൂഹ മാധ്യമങ്ങൾ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നും കമ്പനിയുടെ എല്ലാ പ്രവർത്തനങ്ങളും സാധാരണ രീതിയിൽ പുരോഗമിക്കുന്നുവെന്നും TA ജോസഫ് പറഞ്ഞു. കോൺഫിഡന്റ് ഗ്രൂപ്പ് ബംഗളൂരു ഓഫീസിൽ നടന്നത് പതിവ് ആദായനികുതി പരിശോധനയെന്ന് മാനേജിംഗ് ഡയറക്ടർ TA ജോസ് പറഞ്ഞു. ഉദ്യോഗസ്ഥർ പെരുമാറിയത് ന്യായമായ രീതിയിലാണെന്നും ഭീകരത സൃഷ്ടിച്ചതായി അറിവില്ലെന്നും കൊച്ചിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ കമ്പനി അധികൃതർ വിശദീകരിച്ചു. ആദായനികുതി വകുപ്പുമായി സഹകരിക്കുന്ന സമീപനമാണ് കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കേസന്വേഷണം നടക്കുന്നതിനാൽ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് പരിമിതികളുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. നമ്മൾ അവരുമായിട്ട് വളരെയധികം കോപ്പറേറ്റ് ചെയ്ത് നിന്നിരുന്നു. അതുപോലെ തന്നെ ഇൻകം ടാക്സിൻ്റെ ഒഫീഷ്യൽസ് ആൻഡ് ദെയർ ഇൻസ്പെക്ടേഴ്സ് അവരെല്ലാം വളരെ റീസണബിളായിട്ടാണ് നമ്മളോട് ഇടപെട്ടതും പ്രവർത്തിച്ചതും. അതിലൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഞാൻ തന്നെ ഇവിടെ 5 ദിവസം എൻ്റെ ഓഫീസിലുണ്ടായിരുന്നു. റെസ്പെക്റ്റോടുകൂടിയാണ് അവർ ചെയ്തിരുന്നത്. അല്ലാതെ ഒരു ഭീകരമായ രീതിയിലുള്ള ഹറാസ്മെന്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്തിരുന്നില്ല. ചെയർമാന്റെ മരണം കമ്പനിയുടെ പ്രവർത്തനത്തെ ബാധിക്കില്ലെന്നും ഒരു പദ്ധതിയും മുടങ്ങിയിട്ടില്ലെന്നും പണികൾ സാധാരണഗതിയിൽ പുരോഗമിക്കുന്നുവെന്നും കാലതാമസമില്ലാതെ പദ്ധതികൾ പൂർത്തീകരിക്കുമെന്നും TA ജോസഫ് പറഞ്ഞു. അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണ പടർത്താൻ ചില സമൂഹ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു. CJ റോയിയുടെ സഹോദരൻ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെയാണ് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതികരിച്ചത്. ഈ സഹോദരനല്ലല്ലോ കൂടെ നടക്കുന്നത്. അവർക്ക് കമ്പനിയുടെ കാര്യങ്ങളൊന്നും അറിയില്ല. ഇൻകം ടാക്സുകാരൊന്നും ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വന്നിട്ടില്ല. അങ്ങനെ അറസ്റ്റ് ചെയ്താൽ നിൽക്കുന്ന ആളല്ല റോയ് സാറും. സാമ്പത്തികപരമായി, കുടുംബപരമായി, സാമൂഹികപരമായി CJ റോയ്ക്ക് ഒരു പ്രശ്നങ്ങളോ ഭീഷണിയോ ഉണ്ടായിട്ടില്ല. സിനിമാ മേഖലയിൽ ആർക്കും പണം നൽകാനില്ലെന്നും കമ്പനിയുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാണെന്നും TA ജോസഫ് പറയുന്നു. ജീവിതം ആഘോഷിക്കുക എന്നതായിരുന്നു CJ റോയുടെ നിലപാട്. നിക്ഷേപകരുടെ പണം സുരക്ഷിതമാണ്. കമ്പനി ബാങ്കിൽ നിന്നോ പ്രൈവറ്റ് ഫിനാൻസിൽ നിന്നോ പണം കടമെടുത്തിട്ടില്ല. കമ്പനിക്ക് ബാധ്യതകളോ വായ്പയോ ഇല്ലെന്ന് കമ്പനി അധികൃതർ കൊച്ചിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി. പരിസ്ഥിതി സംരക്ഷണവും സൗഹൃദത്തിന്റെ മൂല്യവും ഒരുമിപ്പിച്ച് ചങ്ങാതിക്കൊരു തൈ വൃക്ഷത്തെ വിതരണ പദ്ധതിക്ക് തുടക്കമായി. വിദ്യാർത്ഥികൾ പരസ്പരം തൈകൾ കൈമാറുന്ന ഈ പദ്ധതി പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം കൂട്ടായ്മയുടെ സന്ദേശവും ഉയർത്തിപ്പിടിക്കുന്നു. നവകേരളം കർമ്മ പദ്ധതിയുടെയും ഹരിത കേരളം മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കൊല്ലം കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തും പുതിയകാവ് അമൃത വിദ്യാലയവും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പരിസ്ഥിതിയെയും സൗഹൃദത്തെയും ഒരുപോലെ വളർത്തുന്ന ഒരു മനോഹര സംരംഭമാണ് ചങ്ങാതിക്കൊരു തൈ എന്ന ആശയം. പുതിയകാവ് അമൃത വിദ്യാലയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങ് കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PD അരുൺരാജ് നിർവഹിച്ചു. വിദ്യാർത്ഥികൾ പരസ്പരം വൃക്ഷത്തൈകൾ സമ്മാനമായി കൈമാറുന്നതിലൂടെ പ്രകൃതിയുമായുള്ള ബന്ധം ശക്തമാകുന്നതിനൊപ്പം കുട്ടികൾ തമ്മിലുള്ള സൗഹൃദവും ദൃഢമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. വൃക്ഷത്തൈകൾ സംരക്ഷിക്കുന്നത് പോലെ തന്നെ സൗഹൃദങ്ങളും സംരക്ഷിക്കണമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അമൃതാനന്ദത്തിന്റെ കീഴിലുള്ള അമൃത സ്കൂൾ പുതിയ 14,000 വൃക്ഷത്തൈകളാണ്. ഈ ക്യാമ്പയിൻ വേറെ 2 നല്ല വശങ്ങളും കൂടിയുണ്ട്. കേരള സർക്കാരിന്റെയും ഹരിത കേരളം മിഷന്റെയും നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന 1 കോടി വൃക്ഷവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായാണ് ചങ്ങാതിക്കൊരു തൈ പദ്ധതി സംഘടിപ്പിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി അമൃത വിദ്യാലയത്തിന്റെയും മാതാ അമൃതാനന്ദമയി മഠത്തിന്റെയും സഹകരണത്തോടെ 10,000-കണക്കിന് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. ചടങ്ങിൽ അമൃത വിദ്യാലയം പ്രിൻസിപ്പാൾ സ്വാമിനി ശ്രീചരണാമൃത പ്രാണ, ഹരിത കേരളം മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ പവിത്ര ഉണ്ണി എന്നിവർ സംസാരിച്ചു.
വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തം ചടങ്ങിനെ ശ്രദ്ധേയമാക്കി. പരിപാടിയിലൂടെ ശക്തമായ ഹരിത സന്ദേശം സമൂഹത്തിലേക്ക് പകർന്നു നൽകി. അമൃത ന്യൂസ്, കൊല്ലം. ഇന്ത്യക്കെതിരായ T20 ലോകകപ്പ് മത്സരം ബഹിഷ്കരിക്കണമെന്ന പാകിസ്ഥാന്റെ നിലപാടിൽ അന്തിമ തീരുമാനമായില്ല. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന് മുന്നിൽ വെച്ച 5 ആവശ്യങ്ങളിൽ 3 ആവശ്യങ്ങൾ ICC തള്ളിയതായാണ് റിപ്പോർട്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ദ്വിരാഷ്ട്ര ക്രിക്കറ്റ് പുനരാരംഭിക്കുന്നതിനും ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇന്ത്യ എന്നിവ ഉൾപ്പെടുന്ന ത്രിരാഷ്ട്ര പരമ്പരയ്ക്കുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ആവശ്യങ്ങൾ ICC നിരസിച്ചു. അതേസമയം അന്തിമ തീരുമാനത്തിനായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫുമായി കൂടിയാലോചിച്ച് നിലപാടറിയിക്കാൻ PCB ചെയർമാൻ മൊഹ്സിൻ നഖ്വിക്ക് ICC ഒരു ദിവസത്തെ സമയം നൽകി. നാളെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാൻ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുമെന്നും ഫെബ്രുവരി 15 നടക്കാനിരിക്കുന്ന ഇന്ത്യക്കെതിരായ മത്സരത്തിൽ കളിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ലോകകപ്പിൽ ഒമാനെതിരെ സിംബാബ്വേക്കും ഇറ്റലിക്കെതിരെ സ്കോട്ട്ലൻഡിനും ജയം. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക.